ഇന്നത്തെ നല്ല അടിപൊളി എപ്പിസോഡാണ്. ആ എപ്പിസോഡ് മിസ്സാക്കരുത്. ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ കാണിക്കുന്നത് കിളിയൻ ബലരാമന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി നേരെ സുമിത്രയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് കിളിയൻ അവിടെ കണ്ടു സുമിത്ര എന്ത് പറ്റി കിളിയ, നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുകയാണ്. എന്തെങ്കിലും അപകടമുണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ കിളിയൻ ഉവ്വ മാഡം, ഒരു വലിയൊരു അപകടമുണ്ടായി എന്ന് പറയുകയാണ്. ഞാൻ മാഡത്തിനോട് നേരത്തെ ഫോൺ ചെയ്ത് തിരിഞ്ഞു നടക്കുമ്പോഴേക്കും, രണ്ടടി മുന്നോട്ട് നടക്കുമ്പോഴേക്കും ബലരാമൻ സാർ എന്നെ കയ്യോടെ പൊക്കി എനിക്കിട്ട് തന്നതാണ് ഈ പാടുകൾ. എന്റെ മുഖത്ത് കാണുന്ന ഈ പാടുകൾ എനിക്ക് ശരിക്കും ബോസിന്റെ കയ്യിൽ നിന്ന് ശരിക്കും പെട കിട്ടി എന്ന് പറയുകയാണ്. കൺമണി എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടാണ് ബോസ് എന്നോട് ദേഷ്യപ്പെട്ടത്, എന്റെ മുഖത്തടിച്ചത്. എന്നാൽ അത് കേട്ട് സുമിത്ര എന്നിട്ട് നീ ബലരാമനോട് എന്ത് പറഞ്ഞു ചോദിക്കുമ്പോൾ പിന്നെ കിളിയൻ പക്ഷെ കൺമണി എവിടെയാണെന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ബലരാമൻ സാറിനോട് ബോസിനോട് മറ്റൊരു കാര്യം പറഞ്ഞു, ഭാഗ്യശ്രീയുടെ കാര്യം പറഞ്ഞു. ഭാഗ്യശ്രീക്ക് അടി കൊണ്ട് ബോധം പോയി കിടക്കുകയാണെന്നുള്ള കാര്യം ഞാൻ ബോസിനോട് പറഞ്ഞു എന്ന് പറയുകയാണ്. എന്നാലും എന്റെ ബോസിന് ഇങ്ങനൊരു മുഖമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുകയാണ്. തുടർന്ന് സുമിത്ര അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് സുമിത്ര പിന്നെ കിളിയനോട് നീ ബോസിനോട് എന്താണ് പറഞ്ഞത്, ശരിക്കും എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ കിളിയൻ പിന്നെ സുമിത്രയോട് ഞാൻ ബോസിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മേഡം. സുമിത്ര മേഡമാണ് ഭാഗ്യശ്രീയുടെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച് ഭാഗ്യശ്രീയെ ബോധം കെടുത്തിയത്. ഈ കാര്യം ഞാൻ ബോസിനോട് പറഞ്ഞു. ഇപ്പോൾ ഭാഗ്യശ്രീ ഇപ്പോൾ മറ്റൊരു വീട്ടിൽ ഒളിവിലാണെന്ന് പറയുകയാണ്. ലാലി, എന്റെ അമ്മ ലാലിയാണ് ഭാഗ്യശ്രീയെ നോക്കുന്നത് എന്ന കാര്യമല്ല ഞാൻ ബലരാമൻ സാറിനെ അറിയിച്ചു എന്ന് പറയുമ്പോൾ സുമിത്രയ്ക്ക് അത് കേട്ട് ദേഷ്യം വന്ന് സുമിത്ര കിളിയന്റെ മുഖത്തിട്ട് ഒരു അടി കൊടുക്കുകയാണ്. നല്ല ദേഷ്യത്തിലാണ് കൊടുക്കുന്നത്. എന്താ മേഡം കഷ്ടമുണ്ട് കേട്ടോ, അവിടെ പോയാൽ ബോസിന്റെ അടി, ഇവിടെ വന്നാൽ മേഡത്തിന്റെ അടി, ഞാൻ എന്താ ചെയ്യേണ്ടയോ. തുറന്ന് കിളിയൻ പിന്നെ സുമിത്രയോട് സത്യം പറ മേഡം, കൺമണി എവിടെയാണെന്നുള്ള കാര്യം മേഡത്തിന് അറിയുമോ എന്ന് ചോദിക്കുകയാണെന്നാൽ ആ ചോദ്യം കേട്ട് സുമിത്ര പിന്നെ കിളിയനോട് കൺമണി എവിടെയാണെന്ന് നീ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്, എനിക്കൊന്നും അറിയില്ല എന്ന് പറയുകയാണ്. തുടർന്ന് കിളിയൻ പിന്നെ സുമിത്രയോട് ഇപ്പോൾ കൺമണി മാഡത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ മാഡം ശരിക്കൊന്ന് സൂക്ഷിക്കണം എന്ന് പറയുകയാണ്. കൺമണി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല, അറിയാലോ 2 തവണ കൃഷ്ണനെ രക്ഷപ്പെടുത്തിയവളാണ് കൺമണി. കൺമണിയെ നിസ്സാരമായിട്ട് കാണരുത്, അവള് ചില്ലറക്കാരിയല്ല, എന്തോ ഒരു ശക്തി കൺമണിക്കുണ്ടെന്ന് പറയുകയാണ്. കൺമണിയെ സൂക്ഷിക്കണമെന്ന് പറയുകയാണ്. തുടർന്ന് കിളിയൻ പിന്നെ സുമിത്രയോട് മാഡം എന്റെ അമ്മയെ രക്ഷപ്പെടുത്തണം, ഇപ്പോൾ തന്നെ ബലരാമൻ സാറ് ലാലിയുടെ അടുത്തേക്ക് ചെല്ലും എന്ന് പറയുക. ഭാഗ്യശ്രീ അന്വേഷിച്ച് ബലരാമൻ സാർ ഇപ്പോൾ ആ ഒളിച്ചു കഴിയുന്ന വീട്ടിലേക്ക് ചെല്ലും, എന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല, എന്റെ അമ്മയെ രക്ഷപ്പെടുത്തണം എന്ന് പറയുമ്പോൾ സുമിത്ര പിന്നെ കിളിയനെ ആശ്വസിപ്പിക്കുകയാണ്. നീ അതോർത്തൊന്നും വിഷമിക്കേണ്ട, ഞാൻ ഇപ്പോൾ തന്നെ ലാലിയെ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറയുകയാണ്. ലാലിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് കിളിയന് ഒരു ധൈര്യം കൊടുക്കുകയാണ് സുമിത്ര. തുടർന്ന് കിളിയൻ അവിടുന്ന് പോയ ശേഷം സുമിത്ര ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്, ബലരാമൻ എന്ത് മറുപടി കൊടുക്കുമെന്ന് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. തുടർന്ന് കാണിക്കുന്ന ഭാഗ്യശ്രീയാണ്. ഭാഗ്യശ്രീക്ക് ഇങ്ങനെ ഇഞ്ചക്ഷൻ കൊടുത്തു നിൽക്കുകയാണ് ലാലി. എന്നാൽ ഈ സമയത്ത് ഇവരുടെ വാതിലിൽ ആരോ മുട്ടുന്ന സ്വരം ലാലി കേൾക്കുകയാണ്. തുടർന്ന് ക്ലിയനാണെന്ന് കരുതി ലാലി വന്ന് നോക്കുമ്പോൾ വാതിൽ ചവിട്ടി തുറന്നു വരുന്നത് ബലരാമനാണ്. ബലരാമൻ കട്ടകലിപ്പിലാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. തുടർന്ന് ലാലി പിന്നെ ബലരാമന്റെ മുമ്പിൽ മോൻ എപ്പോൾ വന്നു എന്ന് ഇങ്ങനെ നല്ല പരിചയഭാവത്തിൽ ഒന്നും അറിയാത്ത പോലെ പൂച്ചയെ പോലെ ബലരാമനോട് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് ബലരാമന് ദേഷ്യം വരികയാണ്. ഭാഗ്യശ്രീ എവിടെയെന്ന് അട്ടഹസിച്ച് ചോദിക്കുകയാണ് ബലരാമൻ. ഇതും പറഞ്ഞുകൊണ്ട് ബലരാമൻ നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോഴാണ് ലാലിക്ക് അപകടം മനസ്സിലായത്. ചതിച്ചോ ഈശ്വര, പണി പാളിയല്ലോ എന്നിങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. തുടർന്ന് ബലരാമൻ നേരെ പോകുന്നത് ഭാഗ്യശ്രീയെ കിടത്തിയിരിക്കുന്ന മുറിയിലാണ്. ഭാഗ്യശ്രീയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ബലരാമൻ. ഭാഗ്യശ്രീയുടെ തലയ്ക്ക് കെട്ടുമായിട്ട് ബോധമില്ലാതെ കിടക്കുന്ന കാഴ്ചയാണ് ബലരാമൻ കാണുന്നത്. തുടർന്ന് ബലരാമൻ വേഗം തന്നെ ഭാഗ്യശ്രീയുടെ അടുത്തേക്ക് ചെന്ന് ഭാഗ്യശ്രീ കുലുക്കി വിളിക്കുകയാണ്. ഭാഗ്യശ്രീ കണ്ണൂർക്ക് ഭാഗ്യശ്രീ എന്തെങ്കിലും കുലുക്കി വിളിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ലാലി ആ മുറിയുടെ പുറത്ത് തന്നെ നിന്ന് ഇതെല്ലാം നോക്കി കാണുകയാണ്. തുടർന്ന് ബലരാമൻ നല്ല ദേഷ്യത്തിൽ ലാലിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ബലരാമൻ നല്ല ദേഷ്യത്തിൽ ചെന്ന് ലാലിയുടെ കഴുത്തിന് കുത്തി പിടിച്ചിട്ട് ലാലിയെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്റെ അനീതിയെ ഈ കോലത്തിലാക്കിയ നിങ്ങളെ ഇതുപോലെ കിടത്താൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, നിങ്ങളെ ഞാൻ എന്റെ അമ്മയുടെ സ്ഥാനത്ത് കണ്ടുപോയി എന്ന് പറഞ്ഞ് ലാലിക്ക് ഒരു ലാസ്റ്റ് വാണിംഗ് കൊടുക്കുകയാണ്. തുടർന്ന് ലാലി പിന്നെ ബലരാമനോട് അയ്യോ മോനെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. തുടർന്ന് ബലരാമൻ പിന്നെ ലാലിയോട് വീണ്ടും ദേഷ്യപ്പെടുകയാണ്. എന്റെ അമ്മ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് തിരുത്തുന്നതിന് പകരം അത് നിന്ന് കാണുകയാണോ വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ലാലിയോട് ദേഷ്യപ്പെടുകയാണ് ബലരാമൻ. തുടർന്ന് ബലരാമൻ ഭാഗ്യശ്രീയുടെ അടുത്ത് പോയിട്ട് ഭാഗ്യശ്രീയുടെ തല പൊക്കി തന്റെ മടിയിൽ വെക്കുകയാണ്. ഭാഗ്യശ്രീയും കൂട്ടി കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് ബലരാമൻ. എന്നാൽ അത് കണ്ട് ലാലി പിന്നെ ബലരാമനോട് ബലരാമ നീ ഇതെന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ബലരാമൻ ഭാഗ്യശ്രീ ഇവിടെ കിടത്തി ചികിത്സിക്കാൻ ഞാനെങ്കിൽ സമ്മതിക്കില്ല, എനിക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ലാലി പിന്നെ ബലരാമനോട് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന അതേ ട്രീറ്റ്മെന്റ് തന്നെയാണ് ഞാനിപ്പോൾ ഭാഗ്യശ്രീക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ 10-12 വർഷം ഞാൻ ജൂബിലി ഹോസ്പിറ്റലിലെ നേഴ്സ് ആയിരുന്നില്ലേ, അതൊക്കെ എനിക്കറിയാം, മരുന്നുകൾ ഏതൊക്കെയാണെന്നൊക്കെ എനിക്കറിയാമെന്ന് പറയുകയാണ്. നീ അതോർത്തൊന്നും വിഷമിക്കേണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ബലരാമൻ അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ലാലി പിന്നെ ബലരാമന് ചെറിയൊരു ഭീഷണിപ്പെടുത്തലാണ്.
ലാലി പിന്നെ ബലരാമനോട് പറയുന്നത്, ഹോസ്പിറ്റലിൽ നീ വൈശ്രീയും കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ മുറിവ് എങ്ങനെയാണ് പറ്റിയതെന്ന് പറയേണ്ടി വരും. ആശുപത്രിക്കാർ അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യും. പോലീസ് വന്ന് നിന്റെ അമ്മയെ സുമിത്രയെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുകയാണെന്നാണ്. അത് കേട്ട ബലരാമൻ ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് ബലരാമൻ വീണ്ടും ലാലിയോട്, കുഴപ്പമില്ല, അമ്മ തെറ്റ് ചെയ്തതുകൊണ്ടല്ലേ, അമ്മയ്ക്കെതിരെ പോലീസ് നടപടി എടുത്തോട്ടെ എന്ന് പറയുകയാണ്. എന്നാൽ ആ മറുപടി കേട്ട് ലാലിയും ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് ലാലി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ഓരോരുത്തർക്കും തെറ്റ് സംഭവിക്കുന്നത് യാദൃശികമായിട്ടല്ലേ, ഇതിന് നീ അങ്ങനെ കണ്ടാൽ മതി എന്ന് പറയുകയാണ്. ഇപ്പോൾ തന്നെ നീ കൃപയുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് കാണിച്ചത്? കൃപ ഇങ്ങനെ കിടക്കാൻ കാരണം നീ തന്നെയല്ലേ? എന്നിട്ട് നീ കൃപയുടെ ഹോസ്പിറ്റലിൽ പോയിട്ട് കൃപയുടെ നെഞ്ചത്ത് റീത്ത് വെച്ചവനല്ലേ? ഓരോ സാഹചര്യങ്ങളാണ് ഓരോരുത്തരെ ഓരോ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. കാര്യം സുമിത്രാമ്മ പറഞ്ഞിട്ട് തന്നെയാണ് നീ കൃപയെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷെ കൃപയെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് സുമിത്രാമ്മയല്ല, നീ തന്നെയാണ് നേരിട്ട് അത് ചെയ്തത്. അതുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുക നിന്നെയായിരിക്കും. ഇതും പറഞ്ഞുകൊണ്ട് ലാലി ബലരാമനെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. എന്നാൽ ബലരാമൻ അത് ശരിക്കും വീഴുകയാണ്. തുടർന്ന് ബലരാമൻ ഭാഗ്യശ്രീയെ കിടക്കയിലേക്ക് കിടത്തുകയാണ്. തുടർന്ന് ലാലി പിന്നെ ബലരാമനോട്, നീ ഭാഗ്യശ്രീയുടെ കാര്യം ഓർത്തൊന്നും വിഷമിക്കേണ്ട, ചെറിയൊരു സെഡേഷൻ മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഭാഗ്യശ്രീക്ക് ബോധം വീണോളും എന്ന് പറയുകയാണ്. തുടർന്ന് ലാലി പിന്നെ ബലരാമനോട്, അല്ല മോനെ, നീ എങ്ങനെയാണ് ഭാഗ്യശ്രീ എവിടെയുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ബലരാമൻ പിന്നെ ലാലിയോട്, കിളിയൻ എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു എന്ന് പറയുകയാണ്. എന്നാൽ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ലാലി ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് ബലരാമൻ വീണ്ടും ലാലിയോട്, സത്യത്തിൽ ഞാൻ കിളിയന്റെ അടുത്തേക്ക് ചെന്ന് മറ്റൊരു കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ്, കൺമണിയെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണെന്ന് പറയുകയാണ്. അതുകൊണ്ട് ലാലി ആന്റി സത്യം പറ, കൺമണി എവിടെയാണെന്ന് ചോദിക്കുകയാണ്. ആന്റിക്ക് അറിയാമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ലാലി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് ലാലി പിന്നെ ബലരാമനോട്, സത്യമായിട്ടും ബലരാമ, കൺമണിയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് പറയുകയാണ്. സുമിത്രാമയല്ല കൺമണിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് പറയുകയാണ്. സുമിത്ര ഭാഗ്യശ്രീയുടെ കാര്യത്തിൽ തന്നെ ഒന്ന് പതറി നിൽക്കുകയാണ്. അതുകൊണ്ട് സുമിത്ര എന്തായാലും കൺമണിയുടെ പുറകെ ഇപ്പോഴെന്തായാലും പോകാൻ സാധ്യതയില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് കൺമണിയുടെ കാര്യത്തിൽ സുമിത്രയ്ക്ക് യാതൊരു റോളും ഇല്ല എന്ന് പറയുകയാണ്. തുടർന്ന് ബലരാമൻ അത് വിശ്വസിച്ച് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ബലരാമൻ പോയ ശേഷം ലാലി ബലരാമൻ പോയില്ല എന്നിങ്ങനെ ഉറപ്പ് വരുത്തുകയാണ്, ഒളിച്ചു നിൽക്കുന്നുണ്ടോ എന്നിങ്ങനെ ഉറപ്പ് വരുത്തുകയാണ്. തുടർന്ന് ലാലി വേഗം തന്നെ ഫോൺ എടുത്തിട്ട് സുമിത്രയെ വിളിച്ച് ബലരാമൻ ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ലാലി സുമിത്രയോട് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുമിത്ര തന്റെ അഹങ്കാരം തള്ള ആരംഭിക്കുകയാണ്. സുമിത്ര പിന്നെ ലാലിയോട്, അത് ശരി, ബലരാമൻ തന്റെ വീടിന്റെ വാതിൽ ചവിട്ടി തുറന്നു വന്നല്ലേ ഭാഗ്യശ്രീയെ കാണാൻ, എല്ലാ സത്യങ്ങളും ബലരാമൻ അറിഞ്ഞല്ലേ? എന്നാൽ അത് കേട്ട് ലാലി പിന്നെ സുമിത്രയോട്, ബലരാമൻ കുഞ്ഞിന് ശരിക്കും സൂക്ഷിക്കണമെന്ന് പറയുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ബലരാമന്റെ ഇങ്ങനൊരു മുഖം കാണുന്നതെന്ന് പറയുകയാണ്. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, അല്ലെങ്കിൽ ഞെക്കിക്കൊല്ലുമെന്ന് പറയുകയാണ്. അതുകൊണ്ട് ബലരാമനെ മേഡം ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുമിത്ര നിന്ന് അട്ടഹസിക്കുകയാണ്. ഞാൻ എന്തിന് ബലരാമനെ സൂക്ഷിക്കണം? ഞാൻ എന്തിനാ അവനെ പേടിക്കണം? ബലരാമന്റെ അച്ഛനായ സാഗറിനെയും അമ്മയായ സുജാതയും കൊല്ലാൻ പോകുന്ന എന്നെയല്ലേ ബലരാമൻ പേടിക്കേണ്ടത് എന്ന് തിരിച്ചു ചോദിക്കുകയാണ് സുമിത്ര ലാലിയോട്. എന്നാൽ അത് കേട്ട് ലാലി പിന്നെ സുമിത്രയോട്, അഹങ്കാരമൊക്കെ നല്ലതാണ് മേഡം, ഈ ആത്മവിശ്വാസമൊക്കെ നല്ലതാണ്, പക്ഷെ അത് എപ്പോഴും വിജയിക്കണമെന്നില്ല എന്ന് പറയുകയാണ്. തുടർന്ന് സുമിത്ര പിന്നെ ലാലിയോട്, നീ എന്റെ കാര്യത്തിൽ വിട്ടേക്കാൻ പറയുകയാണ്. എനിക്ക് അങ്ങനെ തെറ്റൊന്നും പറ്റില്ല, ആ തെറ്റ് പറ്റാത്തതാണ് എന്റെ ആത്മവിശ്വാസം കൂട്ടുന്നത്, അതാണ് എന്റെ അഹങ്കാരം എന്ന് പറയുകയാണ്. ഞാൻ പ്ലാൻ ചെയ്ത ഒന്നും ഇതുവരെ പാളിയിട്ടില്ല എന്ന് പറയുകയാണ്. തുടർന്ന് ലാലി പിന്നെ സുമിത്രയോട് കൺമണിയുടെ കാര്യത്തെ കുറിച്ച് ചോദിക്കുകയാണ്. മേഡത്തിന് കൺമണിയെ അറിയുമോ? കൺമണിയെ മേഡം എന്താണ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ലാലിയോട് പിന്നെ സുമിത്ര പറയുന്നത്, കൺമണി എന്നെ ചതിച്ചവളാണ്, എന്റെ പല പ്ലാനുകളും തകർത്ത് തരിപ്പണമാക്കിയത് കൺമണിയാണ്, കൃഷ്ണ പലതവണ രക്ഷിച്ചത് കൺമണിയാണ്, ബിആർ ഗ്രൂപ്പിലേക്ക് കൺമണി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും അത് നടപ്പായില്ല, എനിക്ക് കിട്ടാത്ത കൺമണിയെ അലിക്കും വേണ്ട എന്ന് പറയുകയാണ്. കുറച്ചു മുമ്പ്, ഒരു മിനിറ്റ് മുമ്പാണ് തന്റെ ഒരു പ്ലാനും ഇതുവരെയായിട്ടും പാളിയിട്ടില്ല എന്ന് സുമിത്ര തള്ളിമറിച്ചത്. അതേ സുമിത്ര തന്നെ ഒരു മിനിറ്റിനകം തന്നെ മാറ്റി പറഞ്ഞിരിക്കുകയാണ്. തുടർന്ന് സുമിത്ര പിന്നെ ലാലിയോട്, കൺമണി ഇനി പുറലോകം കാണില്ല എന്ന് പറയുകയാണ്. ഞാൻ ഇന്ന് തന്നെ കൺമണിയെ കൊല്ലാൻ പോവുകയാണ്. പലരെയും കൺമണിയെ രക്ഷിച്ചിട്ടുണ്ട്, പക്ഷെ കൺമണിയെ ആരാണ് രക്ഷിക്കുക എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ലാലി പിന്നെ സുമിത്രയോട്, മേഡം എന്ത് ചെയ്യാനാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സുമിത്ര, ഞാൻ കൺമണിയെ കൊല്ലാൻ പോവുകയാണ്, നീ അതോർത്ത് പേടിക്കേണ്ട, കൺമണിയെ കൊല്ലുന്നത് ഞാനല്ല ബലരാമൻ തന്നെയായിരിക്കും എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ്. എന്തൊക്കെയാണ് സുമിത്ര പറയുന്നതെന്ന് മനസ്സിലാകാതെയാണ് ലാലി നിൽക്കുന്നത്. തുറന്ന് ഫോൺ വെക്കുകയാണ്. ഫോൺ വെച്ച ശേഷം സുമിത്ര ഇങ്ങനെ കണ്ണു തുറപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ആരാ മോളെ, എന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന രീതിയിലാണ് സുമിത്ര ഇങ്ങനെ നിൽക്കുന്നത്. തുറന്ന് കാണിക്കുന്ന ശ്രീനിയാണ്. ശ്രീനി വീടിന്റെ പുറത്ത് അലക്കുകല്ലിൽ ഇരുന്ന് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കലിച്ചു തുള്ളിക്കൊണ്ട് ധനലക്ഷ്മി വരികയാണ്. ഇങ്ങനെ അലക്കുകല്ലിന്റെ മുകളിൽ കയറിയിരുന്ന് കുത്തിയിരുന്ന് ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനിയോട് ദേഷ്യപ്പെടുകയാണ്. കുറച്ചു മുമ്പ് ഞാനൊന്ന് പതറിപ്പോയി,
അപ്പോഴാണ് നിങ്ങൾ കത്തിയെല്ലാം എടുത്ത് എന്നെ ഭീഷണിപ്പെടുത്തിയത്. അത് കണ്ടപ്പോൾ ഞാനൊന്ന് പതറിപ്പോയതെന്ന് ശരി തന്നെയാണ് എന്ന് കരുതിയിട്ട് ഞാൻ പഴയ ധനലക്ഷ്മി തന്നെയാണെന്ന് പറയുകയാണ്. നിങ്ങളുടെ മോള് അഴിഞ്ഞാടാൻ പോയിട്ട് എന്നോട് വന്ന് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് ശ്രീനിക്ക് നല്ല ദേഷ്യം വരികയാണ്. മനുഷ്യനോട് പ്രാന്തെടുത്ത് നിൽക്കുകയാണ്. മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനി വീണ്ടും ധനലക്ഷ്മിക്ക് നേരെ കൈയൊന്ന് വേണ്ടി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ശ്രീനിക്ക് കോൾ വരികയാണ്. കണ്ണമ്മയാണ് വിളിക്കുന്നത്. തുടർന്ന് കണ്ണമ്മ പിന്നെ ശ്രീനിയോട് നേരത്തെ കൺമണിയുടെ ഒരു മിസ് കോൾ അലർട്ട് എനിക്ക് വന്നു എന്ന് പറയുകയാണ്. പക്ഷെ ഞാൻ കൺമണിയെ വിളിച്ചിട്ട് കൺമണിയെ ഫോണിൽ കിട്ടുന്നില്ല, കൺമണിയെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുകയാണ്. കൺമണി അടുത്തുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്തെങ്കിലും ആവശ്യമില്ലാതെ കൺമണി എന്നെ വിളിക്കില്ല എന്ന് പറയുകയാണ്. എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീനി പിന്നെ പൊട്ടിക്കരയുകയാണ്. എന്നാൽ അത് കേട്ട് കണ്ണമ്മി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. മേഡം, എന്റെ മോളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം, കണ്ടെത്തി തരണമെന്ന് പറയുകയാണ്. കൺമണിയെ കാണാനില്ല എന്ന് പറയുകയാണ്. തുടർന്ന് കണ്ണമ്മ പിന്നെ ശ്രീനിയോട് എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ശ്രീനി ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയാണ്. കൺമണിയുടെ അലിഗിലെ ജോലി പോയി, അതിന്റെ മനോവിഷമത്തിൽ കൺമണി എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കാണുമോ എന്നാണ് ഞാൻ പേടിക്കുന്നതെന്ന് പറയുകയാണ്. തുടർന്ന് SI കണ്ണമ്മ പിന്നെ ശ്രീനിയോട് കൺമണിയുടെ ജോലി എങ്ങനെയാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ ശ്രീനി പിന്നെ ധനലക്ഷ്മിയെ കുറിച്ച് പറയുകയാണ്. ധനലക്ഷ്മി ആ അലിഗയിൽ വിളിച്ച് എന്തൊക്കെയോ പരദൂഷണം വിളിച്ച് പറഞ്ഞു, അങ്ങനെയാണ് കൺമണിയുടെ ജോലി പോയതെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് തൊട്ടപ്പുറത്ത് നിന്ന് ഇത് കേൾക്കുന്ന ധനലക്ഷ്മി ആകെ പേടിച്ച് നെഞ്ചത്തെ കൈവച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. തുടർന്ന് കണ്ണമ്മ പിന്നെ ശ്രീനിയെ ആശ്വസിപ്പിക്കുകയാണ്. ഞങ്ങൾ എത്രയും വേണ്ടത് ചെയ്യാമെന്ന് പറയുകയാണ്. കൺമണി എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. ഫോൺ വെച്ച ശേഷം ധനലക്ഷ്മി പിന്നെ ശ്രീനിയോട് ദേഷ്യപ്പെടുകയാണ്. അത് കൊള്ളാലോ, കൺമണിയെ കാണാനില്ല എന്ന് പരാതിപ്പെടുന്നതിന്റെ കൂടെ എനിക്കെതിരെ ഒരു പാരയും കൊള്ളാം, നല്ല സ്വഭാവം തന്നെ എന്ന് പറഞ്ഞ് ശ്രീനിയോട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീനി പിന്നെ ധനലക്ഷ്മിയോട് ദേഷ്യപ്പെടുകയാണ്. നിനക്കിതിൽ പങ്കുണ്ട് ധനലക്ഷ്മി, എല്ലാത്തിനും കാരണം നീയും വരുണും കൂടിയാണെന്ന് പറയുകയാണ്. നിങ്ങൾ രണ്ടുപേരും ചേർന്നല്ലേ അലിഗയിൽ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞത്, അതുകൊണ്ടല്ലേ കൺമണിയെ ഇപ്പോൾ കാണാതായതെന്ന് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ഇതിൽ പങ്കുണ്ടെന്ന് പറയുകയാണ്. തുടർന്ന് ധനലക്ഷ്മി പിന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ വീണ്ടും അഭിനയം തുടങ്ങുകയാണ്. അച്ഛൻ എന്നെ അടിച്ചു, ക്രിഡ് സാർ എന്നെ അടിക്കാൻ കയ്യോങ്ങി, അച്ഛൻ എന്നെ കത്തി കാണിച്ച് പേടിപ്പിച്ചു, എന്റെ മനോജേട്ടൻ എന്നെ അടിച്ചു, എന്നിട്ട് ഇപ്പോൾ എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ പോവുകയാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭിനയിക്കുകയാണ്. എന്നാൽ അത് കണ്ട് ശ്രീനി പിന്നെ ധനലക്ഷ്മിയോട് നിന്റെ കരച്ചിൽ നാടകമൊന്നും എടുക്കണ്ടെന്ന് പറയുകയാണ്. അതൊക്കെ എനിക്ക് മനസ്സിലാകുമെന്ന് പറയുകയാണ്. കൺമണിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് പങ്കുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി ദേഷ്യം വരികയാണ്. ഞാൻ ഇല്ലാത്തതൊന്നും അലിഗിൽ വിളിച്ച് പറഞ്ഞിട്ടില്ല, കൺമണി തന്നെയാണ് BR ഗ്രൂപ്പിന് വേണ്ടി ആ ഡിസൈൻ വരച്ചത്, കൺമണി BR ഗ്രൂപ്പിന് ഡിസൈൻ വരച്ച് അലിഗയെ ചതിച്ചു, അത് സത്യം തന്നെയാണെന്ന് പറയുമ്പോൾ ശ്രീനിയും വിട്ടു കൊടുക്കുന്നില്ല. ശ്രീനി പിന്നെ ധനലക്ഷ്മിയോട് കൺമണി ആ ഡിസൈൻ വരയ്ക്കാൻ കാരണം നീയും മനോജുമാണെന്ന് പറയുകയാണ്. നിങ്ങൾ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് കൺമണി ആ ഡിസൈൻ വരച്ചത്, അതും പറഞ്ഞ് നീ അങ്ങനെ സ്വയം വെളുപ്പിക്കേണ്ടെന്ന് പറയുകയാണ്. ഇപ്പോൾ ഞാൻ കണ്ണമ്മ മാഡത്തിനോട് വെറുതെ വാക്കാൽ പറഞ്ഞിട്ടുള്ളൂ, ഇനി നീ അധികം വിളച്ചിലെടുത്താൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിനക്കെതിരെ പരാതിപ്പെടുമെന്ന് പറയുകയാണ്, പരാതി എഴുതി കൊടുക്കുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി പിന്നെ ധനലക്ഷ്മി പിന്നെ സാരി പൊത്തി പിടിച്ച് പൊട്ടിക്കരയുകയാണ്. എന്നാൽ ഈ സമയത്ത് ശ്രീനിക്ക് ഒരു കോൾ വരികയാണ്. തുടർന്ന് ശ്രീനി ആ കോൾ എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് ധനലക്ഷ്മി ആകെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഈശ്വര, ഞാനിങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരുമോ, ജയിലിൽ പോകേണ്ടി വരുമോ, ജയിലിലെ ഗോതമ്പുണ്ടൊക്കെ ഞാൻ കഴിക്കേണ്ടി വരുമോ, ഇതൊക്കെ ചിന്തിച്ച് ആകെ പേടിച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ തലയ്ക്ക് കൈവച്ച് നിൽക്കുകയാണ്. ആ മണ്ടൻ വരുൺ പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്, അവനിങ്ങനെ എന്റെ കയ്യിൽ കിട്ടില്ല, ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യം കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് ധനലക്ഷ്മി. തുടർന്ന് കാണിക്കുന്ന കൃഷ്ണയും മഹിയുമാണ്. രണ്ടുപേരും കൺമണിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. തുടർന്ന് മഹി പിന്നെ കൃഷ്ണനോട് വിദ്യയെ ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ വിദ്യ പറഞ്ഞൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല, വിദ്യ ഡൽഹിയിലേക്ക് പോവുകയാണെന്നാണ്, കസിൻസിന്റെ അടുത്തേക്ക് പോവുകയാണെന്നാണ്, പക്ഷെ വിദ്യ എനിക്ക് ഒട്ടും വിശ്വാസമില്ല, വിദ്യ പറഞ്ഞ കള്ളം തന്നെയായിരിക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് കൃഷി പിന്നെ മഹിയോട് വിദ്യ ഇങ്ങനെ കയ്യിൽ കിട്ടിയാൽ ഞാൻ വിദ്യയെ ശരിയാക്കി കൊടുക്കുമെന്ന് പറയുകയാണ്. എത്ര വിശ്വസനീയമായിട്ടാണ് വിദ്യ കള്ളം പറഞ്ഞത്, സത്യസന്ധതയും മറ്റതുമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്യ കൺമണിയെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. വിദ്യയെ ഞാൻ ഇങ്ങനെ ശരിയാക്കി കൊടുക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് കൺമണി ഇല്ലാതെ പറ്റില്ല മഹി, കൺമണിയെ എനിക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് പറയുകയാണ്. തുടർന്ന് മഹി പിന്നെ കൃഷ്ണ ധൈര്യം കൊടുക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാം ധൈര്യത്തോടുകൂടി നിൽക്കണം കൃഷ്ണൻ എന്നൊക്കെ പറയുമ്പോൾ കൃഷി പിന്നെ മഹിയോട് എന്റെ ധൈര്യം എന്ന് പറയുന്നത് കൺമണിയാണ്, കൺമണി ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ്. എനിക്കാകെ ഭ്രാന്തെടുത്ത് നിൽക്കുകയാണെന്ന് പറയുകയാണ്. കൺമണിയുടെ ശത്രുക്കളെയെല്ലാം ഞാൻ ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ അരിഞ്ഞു വീഴ്ത്താൻ നിൽക്കുകയാണെന്ന് പറയുകയാണ്. കൺമണിയുടെ കാര്യം പറഞ്ഞ് ഞാൻ വരുണുമായിട്ട് വഴക്കടിച്ചു, വരുണ് ഞാൻ ശരിക്കും കൊടുത്തു എന്ന് പറയുകയാണ്. എന്നാൽ അതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മഹി. കൃഷ്ണ ഇത് എന്താണ് പറ്റിയത് എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് മഹി. തുടർന്ന് കൃഷി പിന്നെ മഹിയോട് പറയുന്ന കൺമണിയുടെ ശത്രുക്കളെ എന്റെ കയ്യിൽ കിട്ടി ഞാൻ കൊന്നുകളയുമെന്ന് പറയുകയാണ്, എനിക്ക് അത്രയ്ക്കും ദേഷ്യമുണ്ടെന്നൊക്കെ പറയുകയാണ് കൃഷ്ണ. തുടർന്ന് മഹി പിന്നെ കൃഷ്ണനോട് കൺമണി എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ ഒരു മാർഗമുണ്ട്, ബലരാമനെ പിടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ കൃഷി പിന്നെ മഹിയോട് അതിന് നമ്മൾ ഇതുവരെയായിട്ടും ബലരാമനെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ എന്ന് പറയുകയാണ്, പിന്നെ എങ്ങനെ നമ്മൾ ബലരാമനെ കണ്ടെത്തുമെന്ന് പറയുകയാണ്. തുടർന്ന് മഹി പിന്നെ കൃഷ്ണ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസിൽ പോയി പരാതിപ്പെടാമെന്ന് പറയുകയാണ്. കൺമണിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിൽ
പോയി പരാതിപ്പെടാമെന്ന് പറയുകയാണ്. ബലരാമന്റെ മൊഴിയെടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുമ്പോൾ നമുക്ക് ബലരാമനെ നേരിട്ട് കാണാമല്ലോ എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് ഇവരുടെ മുന്നിലേക്ക് ഒരു പോലീസ് ജീപ്പ് വന്ന് നിർത്തുകയാണ്. തുടർന്ന് ജീപ്പിൽ നിന്ന് പണ്ട് കൃഷിന്റെ വീട്ടിലേക്ക് മൊഴിയെടുക്കുന്നതിന് വേണ്ടി അന്ന് ബലരാമന്റെ കാശ് വാങ്ങി നടക്കുന്ന ആ പോലീസുകാരൻ കൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് പോലീസുകാരൻ പിന്നെ കൃഷ്ണനോട് ഓർമ്മയുണ്ടോ സാർ ഈ മുഖം എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നാൽ ആ പോലീസുകാരൻ കാണുമ്പോൾ തന്നെ കൃഷ്ണൻ നല്ല ദേഷ്യം വരികയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.